ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതനിരപേക്ഷ ഇന്ത്യ എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഈ നാടിന്റെ, ഈ രാജ്യത്തിന്റെ വർത്തമാനകാല സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ മുദ്രാവാക്യമാണ് ഇത് രണ്ടും എന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന ഒരു മനുഷ്യനോടും പ്രത്യേകം പറഞ്ഞു വെക്കേണ്ടതില്ല. 2014 BJP ഗവൺമെന്റ് അധികാരത്തിലേറുമ്പോ ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് കൊടുത്തിരുന്ന വാഗ്ദാനം ഓരോ വർഷവും 2 കോടി തൊഴിൽ ഞങ്ങൾ ഈ രാജ്യത്ത് നൽകും എന്നുള്ളതായിരുന്നു. അധികാരത്തിലേറി 5 വർഷം പൂർത്തീകരിക്കുമ്പോഴേക്കും 10 കോടി തൊഴിൽ ഞങ്ങൾ നൽകി ഈ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ പരിഹരിക്കുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് തുടർച്ചയായി 3 ടേം രാജ്യത്തിന് അധികാരത്തിലേറിയിട്ടും രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ യാതൊരു ഇടപെടലും രാജ്യം നടത്തിയില്ല എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അധികാരത്തിലേറുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന തൊഴിലില്ലായ്മയേക്കാൾ അതിശക്തമായ തൊഴിലില്ലായ്മ നിരക്ക് രാജ്യത്തുണ്ടാകുന്നു. 9.3% രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ ഉയരുന്നു എന്ന് പറഞ്ഞാൽ ഇക്കാലം അത്രയുമുള്ള ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഈ രാജ്യത്ത് നിന്നുള്ളത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. രാജ്യത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലും ഇന്ത്യ രാജ്യത്തിന്റെ നഗരപ്രദേശങ്ങളിലും ഒരു മാറ്റവുമില്ലാതെ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കുകയാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നഗരപ്രദേശങ്ങളിൽ 8.3% തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കുന്നു. ഈ രാജ്യത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ 9.8% തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കുന്ന കാലഘട്ടമായി നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തെ ചരിത്രം രേഖപ്പെടുത്തുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. തൊഴിലില്ലാത്തതിന്റെ ഭാഗമായി ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന, ചെറുപ്പങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന രാജ്യമായി നമ്മുടെ ഇന്ത്യ രാജ്യം മാറുന്നു എന്ന് കാണാൻ വേണ്ടി കഴിയുകയാണ്. നിങ്ങൾ നോക്കൂ, 2014 മുതൽ 2016 വരെ നാഷണൽ ക്രൈം ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് തൊഴിലില്ല എന്ന കാരണത്താൽ, ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്ന കാരണത്താൽ, തൊഴിലില്ല, കൂലിയില്ല, കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന കാരണത്താൽ രാജ്യത്ത് ആത്മഹത്യ ചെയ്ത ചെറുപ്പത്തിന്റെ എണ്ണം 1,474 എന്ന് നാം കാണേണ്ടതുണ്ട്. 1 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യർ തൊഴിലില്ല എന്ന കാരണത്താൽ ആത്മഹത്യ ചെയ്യുന്ന രാജ്യമായി നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ രാജ്യം മാറുന്നു എന്ന കാഴ്ച കാണാൻ വേണ്ടി സാധിക്കുന്നു. ഈ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ. 2014 രാജ്യത്ത് അധികാരത്തിലേറുമ്പോ BJP ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്, BJP പ്രവർത്തകർ പ്രഖ്യാപിച്ചത്, ഞങ്ങൾ ഇതാ ഇന്ത്യൻ റെയിൽവേയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും, അവിടെയുള്ള വേക്കൻസികൾ ഞങ്ങൾ ഫില്ല് ചെയ്യും, തൊഴിൽ കൊടുക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോ 3 ലക്ഷം തൊഴിലവസരങ്ങളാണ് ഇന്ത്യൻ റെയിൽവേയിൽ ഉള്ളത്. തസ്തികൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. 3 ലക്ഷം ഒഴിവുകൾ ഉണ്ടായിട്ടും ഒഴിവുകൾ നികത്താനോ ആളുകൾക്ക് നിയമനം കൊടുക്കാനോ ഇന്ത്യൻ റെയിൽവേയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യാതൊരു ഇടപെടലും രാജ്യം നടപ്പിലാക്കുന്നില്ല. ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നായി കോർപ്പറേറ്റുകൾക്ക് കച്ചവടം ചെയ്യാനുള്ള മത്സരത്തിലാണ് രാജ്യം ഭരിക്കുന്ന സർക്കാർ. ഏറ്റവും കൂടുതൽ ഏത് കാലഘട്ടത്തിലാണ് കച്ചവടം ചെയ്തത് എന്ന മത്സരത്തിലൂടെ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് BPCL ഈ രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളിൽ ഒന്ന് കച്ചവടത്തിന് വേണ്ടി വെച്ചിരിക്കുന്നു. ഇന്ത്യയിലെ എണ്ണ ഖനികൾ കച്ചവടത്തിന് വേണ്ടി വെച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ഓരോ പൊതുമേഖലാ സ്ഥാപനവും ലാഭം നൽകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കച്ചവടത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന രാജ്യമായി നരേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിക്കുമ്പോ നമ്മുടെ രാജ്യം മാറുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇക്കാലം അത്രയും ഇന്ത്യയിൽ തൊഴിൽ നൽകിയിരുന്നത്. ഇന്ത്യയിൽ ആളുകൾക്ക് തൊഴിൽ നൽകി ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ തരക്കേടില്ലാത്ത നിലയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമാണ്. എന്നാൽ പൊതുമേഖലാ സ്ഥാപനത്തെ തകർക്കാൻ, ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ വളർത്താൻ ബോധപൂർവമായി ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളെ എഴുതി കൊടുക്കുന്ന സർക്കാരായി രാജ്യം ഭരിക്കുന്ന സർക്കാർ മാറുന്നു. തൊഴിലില്ലായ്മ രൂക്ഷമാകും നാളെ എന്നതിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾ നോക്കൂ, ഇതുപോലെ തന്നെയാണ് ഇന്ത്യ മഹാരാജ്യം ലോകരാജ്യത്തിന് മുന്നിൽ ഇക്കാലം അത്രയും ഉയർത്തി വിളിച്ചു പറഞ്ഞിരുന്നത് ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ രാജ്യം എന്നതാണ്. ഇതും ഇപ്പൊ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. 2014 അധികാരത്തിലേറിയ BJP സർക്കാർ RSS ഉദ്ദേശിച്ചതുപോലെ ഇന്ത്യ രാജ്യത്തെ ഒരു മതരാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുകയാണ്. ഇക്കാലം അത്രയും ഇന്ത്യയിലെ പ്രതിനിധികൾ ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യുമ്പോ, അല്ലെങ്കിൽ ലോകത്തെവിടെയും അഭിസംബോധന ചെയ്യുമ്പോ ഇന്ത്യയിലെ പ്രതിനിധികൾ ശിരസ് ഉയർത്തിപ്പിടിച്ച അഹംഭാവത്തോടുകൂടി പറഞ്ഞുകൊണ്ടേയിരുന്നത്
ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതനിരപേക്ഷ രാജ്യം എന്നുള്ളതാണ്. ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് ഹിന്ദു, മുസൽമാനും, ക്രിസ്ത്യാനിയും, ജൈനനും, ജൂതനും, സിഖ് മതക്കാരനും, മതമുള്ളവനും മതമില്ലാത്തവനുമെല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നു എന്നതാണ് ഇന്ത്യയിൽ ഓരോ മനുഷ്യരും ഇക്കാലം അത്രയും ശിരസുയർത്തിപ്പിടിച്ച് പറഞ്ഞതാ. ഞങ്ങൾ മതത്തിൽപ്പെട്ട എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്നു, ഞങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന ഇന്ത്യ മഹാരാജ്യം. അങ്ങനെ ഈ രാജ്യത്തിനകത്ത് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് വന്നതോടുകൂടി ഇന്ത്യയുടെ മതനിരപേക്ഷതയെ തകർക്കുന്നു. ഇന്ത്യയുടെ മതനിരപേക്ഷതയെ തകർത്ത് ഇന്ത്യയെ മതരാജ്യമാക്കി മാറ്റാനുള്ള പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു. 2014 മുതൽ ഐക്യരാഷ്ട്രസഭ ഒരു പരിശോധന നടത്തി. ആ പരിശോധന ലോകത്ത് ഏറ്റവും കൂടുതൽ ജാതിയുടെ പേരിൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ മതത്തിന്റെ പേരിൽ മനുഷ്യനെ വേട്ടയാടുന്ന, ആക്രമിക്കുന്ന, കൊലപ്പെടുത്തുന്ന രാജ്യം ഏത് എന്ന പരിശോധനയായിരുന്നു. ഐക്യരാഷ്ട്രസഭ BJP ഗവൺമെന്റ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പരിശോധന നടത്തിയത്. പരിശോധന റിസൾട്ട് ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ടു. ആ റിസൾട്ട് കേട്ട് ഇന്ത്യയിലെ ജനങ്ങൾ ഉൾപ്പെടെ ഞെട്ടുകയുണ്ടായി. എന്താ സ്ഥിതി? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ മനുഷ്യനെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒന്നാമത്തെ രാജ്യം ഇറാൻ, രണ്ടാമത്തെ രാജ്യം സിറിയ, മൂന്നാമത്തെ രാജ്യം ഇന്ത്യ എന്നുള്ളതാവുന്നു. ആദ്യത്തെ 2 രാജ്യങ്ങളും ലോകത്തിനകത്തെ മതരാജ്യങ്ങളാണെന്ന് പ്രഖ്യാപിച്ച രാജ്യങ്ങളാണെങ്കിൽ മൂന്നാമത്തെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ രാജ്യമാണെന്ന് പ്രഖ്യാപിച്ച നമ്മുടെ ഇന്ത്യ രാജ്യമാണ്. നരേന്ദ്രമോദി സർക്കാർ, BJP സർക്കാർ രാജ്യം ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ മതനിരപേക്ഷത എങ്ങനെ പിച്ചു ചിന്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട ഈ കണക്ക് എന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ നോക്കൂ, RSS ഉദ്ദേശിച്ചതുപോലെ RSS രൂപീകരിച്ചു 100ാമത്തെ വർഷം ഇന്ത്യയെ മതരാജ്യമാക്കി മാറ്റുമെന്ന് RSS നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപനം നടപ്പിലാക്കാനും വേണ്ടി RSS BJP ഉപയോഗപ്പെടുത്തുന്നു. 2025 ഈ വർഷം നാഗ്പൂരിൽ വെച്ച് RSS രൂപീകരിച്ചതിന്റെ 100 വർഷം പൂർത്തീകരിക്കുന്ന വർഷമാണ്. ഈ വർഷം ഇന്ത്യയെ ഒരു മതരാജ്യമാക്കിയുള്ള പ്രഖ്യാപനം നടത്തുമെന്നായിരുന്നു BJP പ്രതീക്ഷിച്ചിരുന്നത്, RSS പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ BJPയും RSSും പ്രതീക്ഷിച്ചിടങ്ങളിൽ അവർക്ക് കൃത്യമായി വോട്ട് ലഭ്യമാകാത്തതിന്റെ ഭാഗമായി, ഇന്ത്യ മുന്നണിയിലേക്ക് വോട്ട് പോയതിന്റെ ഭാഗമായി അവർ വിചാരിച്ച വോട്ടുകൾ അവർക്ക് ലഭ്യമായില്ല, ഭൂരിപക്ഷം ലഭ്യമായില്ല. ആ 400 സീറ്റ് എന്ന് BJP പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തിലേക്ക് BJP എത്താൻ വേണ്ടി സാധ്യമായില്ല. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനയെ ഇപ്പോ മാറ്റാത്തത്. അല്ലെങ്കിൽ എപ്പോഴോ ഇന്ത്യയിലെ ഭരണഘടനയിലെ മതനിരപേക്ഷതയെ RSS BJP മാറ്റിയിരുന്നു. ഇന്ത്യക്കകത്തെ മതനിരപേക്ഷതയെ തകർക്കുക, അതിനുവേണ്ടി ഇന്ത്യയിൽ പുതിയ ബില്ലുകൾ കൊണ്ടുവരുന്നു, നിയമങ്ങൾ പാസാക്കുന്നു. പൗരത്വ നിയമം ഭേദഗതി ചെയ്തതിനെ കുറിച്ച് ഇവിടെയുള്ള ജനങ്ങളോട് പ്രത്യേകം പറയേണ്ടതില്ല, നാം ഒരുപാട് തവണ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഹിന്ദുവും, മുസൽമാനും, ക്രിസ്ത്യനും, ജൈനനും, ജൂതനും, സിഖ് മതക്കാരനും, മതമുള്ളവനും മതമില്ലാത്തവനുമെല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ച നാടിനകത്താണ് പൗരത്വ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് മുസ്ലിം മതവിശ്വാസികളോട് നിങ്ങൾ രാജ്യം വിട്ട് പുറത്തു പോകണമെന്ന് BJP ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ഇതാ ഛത്തീസ്ഗഡിൽ നിങ്ങൾ കണ്ടില്ലേ ഉണ്ടായ വിഷയം? ഇവിടെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ യാതൊരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അവർ വിവിധങ്ങളായ തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് ആരോപിച്ച് അനാവശ്യമായി അവർക്കെതിരെ കേസെടുക്കുന്നു. ഇത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വർഗീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് അക്രമങ്ങൾ നടത്താൻ BJP ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നു. ഇന്ത്യയിൽ BJPക്ക് സ്വാധീനമില്ലാത്തിടങ്ങളിൽ കലാപം നടത്തി, അക്രമം നടത്തി, അതിലൂടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നാടിനകം നടപ്പിലാക്കുകയാണ്. ഇങ്ങനെ വർഗീയ ലക്ഷ്യം വെച്ചുകൊണ്ട് BJP പോകുന്നു. വർഗീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന BJP ഗവൺമെന്റിനെ തിരിച്ചറിയണം എന്നതാണ് ഈ ജാഥയിലെ ഞങ്ങളുടെ മുദ്രാവാക്യം. ഞങ്ങൾക്ക് മതനിരപേക്ഷ രാജ്യത്തെ തിരിച്ചു നൽകണം എന്നതാണ് ജാഥയുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഈ പ്രദേശങ്ങളിലൂടെ നാളുകളിൽ ജാഥ നടത്തുമ്പോ ആ ജാഥയ്ക്ക് എല്ലാവിധ പിന്തുണയും നിങ്ങൾ നൽകണം എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്ന്, നന്ദിയും നേർന്നുകൊണ്ട് നിർത്തുന്നു. സഖാക്കളെ, അഭിവാദ്യങ്ങൾ.